ഞാൻ എന്റെ ഓർമ്മയിലൊക്കെ ആണായിട്ട് ഞാൻ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരു അടിയെ പേടിച്ച് അന്ന് പോയില്ല. അതിനുശേഷം ഞാൻ പോയില്ല. സാറ് പഠിച്ചത് കിട്ടുന്ന കിട്ടിയാഴ്ച ചോദിക്കും. അത് എനിക്ക് പാടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ പോയില്ല. പക്ഷെ ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കാര്യം ഞാൻ പാടുമ്പോൾ സൗണ്ട് ഇടറും, അത് പോയിട്ട് നേരെ പാടാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പഠിച്ചെങ്കിൽ ഇന്നെനിക്ക് നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിയും എനിക്കെന്നറിയാം. പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഷീജ ടീച്ചറിന് അതുപോലെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സിനെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിലും എൻ്റെ നാമത്തിലും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് നന്ദി അറിയിക്കാനുള്ളത് ഈ ആലയത്തിന് വേണ്ടി 31 വർഷങ്ങൾക്ക് മുൻപേ പരിശ്രമിച്ച വ്യക്തികൾക്ക് വേണ്ടിയാണ്. എനിക്കറിയത്തില്ല ഇവിടെയുള്ള ആരൊക്കെയാണ് അന്നുള്ളതെന്ന്. കാര്യം എനിക്കിപ്പോ 30 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അറിവ് വെച്ച കാലത്താണ് ഈ സഭയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ആരാണ് അപ്പോഴുണ്ടായെന്ന് അറിയത്തില്ല. എന്നാലും മാമി ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മാമി കഥകൾ പറയും നമ്മളോട്. അന്നവര് മണ്ണ് ചുമന്നതും കട്ട ചുമന്നതും എല്ലാം അവരുടെ എല്ലാം പരിശ്രമമാണ് ഇത് നമ്മൾ ഇത്രയും വീതി നീളത്തിലുള്ള ഒരു സഭയിൽ ഇരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയതേ ഉള്ളൂ. അന്ന് അവർ തുടക്കം വിട്ടത് കൊണ്ടാണ് നമുക്കിവിടെ ഇന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. അന്ന് ഈ 31 വർഷങ്ങൾക്ക് മുമ്പേ ഈ ആലയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലും ഈശോ മണവാരി സഭയുടെയും ഈശോ മണവാരി കമ്മിറ്റി അംഗങ്ങളുടെയും പേരിലുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കുവാനുള്ളത് നമ്മുടെ എല്ലാം നമുക്ക് ഈ സഭ ഉണ്ടെങ്കിലും ഈ സഭയിൽ നമ്മളൊന്ന് ആരാധിക്കുന്നെങ്കിലും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇവിടെ സ്ഥലം വാങ്ങിച്ച് ഈ ആലയത്തിൽ നമ്മളൊന്ന് ആരാധിക്കുവാൻ ഇടയായ വേറെ വ്യക്തികളുണ്ട്. നമ്മുടെ തിരുമേനികൾ തന്നെ. ഒരുപക്ഷെ അന്നുള്ള ആൾക്കാർ കാണത്തില്ല. എന്നാലും ഇന്നും ഇപ്പോഴും നമുക്കൊരു തിരുമേനി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോയുടെ സഭയുടെ പേരിലും മണവാരി ഈശോ സഭയുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കുവാനുള്ളത് മണവാരി ഈശോ സഭയുടെ അഹങ്കാരവും നമ്മുടെ എല്ലാവരുടെയും പ്രിയ സഹോദരൻ എന്ന പോലെ ഞങ്ങളോട് പെരുമാറുന്നതും ഞങ്ങൾ അങ്ങോട്ട് സഹോദരൻ രീതിയിൽ പെരുമാറുന്നതുമായ നമ്മുടെ സഭാ ശുശ്രൂഷകൻ റവറൻഡ് മോബിൻ ദാസ് അച്ഛനാണ്. അച്ഛൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സഭയ്ക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു. കാര്യം നമുക്കൊരു നേതൃത്വം നൽകുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഉദാഹരണം അച്ഛൻ തന്നെയാണ്. കാര്യം അച്ഛനെ യുവജനങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം, മുതിർന്നവരെ എങ്ങനെ കൊണ്ടുപോകണം എന്നെല്ലാം അച്ഛൻ അറിയാം. അച്ഛൻ്റെ ഉപദേശത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് അച്ഛനായിട്ട് സഹകരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. പ്രിയ അച്ഛനും യേശുക്രിസ്തുവിന്റെ നാമത്തിലും ഈശോ മണവാരി സഭയുടെ നാമത്തിലും ചർച്ച് കൊയറിന്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള എൻ്റെ നന്ദി ഈ സമയം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ സഭയിൽ പഴയകാല വിശ്വാസികളായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുറെ പേരൊക്കെ നമ്മളെ വീട്ടിൽ പോയി. എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാരൊന്നും ഇല്ല. എന്നാലും അവരെയെല്ലാം ഈ സമയത്തിൽ നമ്മുടെ ഈശോ സഭയുടെ പേരിലും സഭാ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുമുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ 31ാമത് സഭാദിനത്തിനായി നമുക്ക് സഹായിച്ചവർ, അതായത് നമ്മുടെ സഭയിലായിരുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ നമ്മുടെ പൈസയ്ക്കായിരുന്നാലും സാമ്പത്തികമായാലും ബാക്കി നമ്മൾ
ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നല്ലൊരു രീതിയിൽ ഈ ഒരാഴ്ച ഈ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചത്. കാര്യം പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആരും പിന്നോട്ട് നിൽക്കുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ഇനി അധികമായി തരട്ടെ. ഈ സഭാദിനത്തിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോ സഭയുടെ പേരിലും മണവാരി ഈശോ സഭയുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലുമുള്ള എൻ്റെ നന്ദിയെ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റം വാങ്ങുവാനായിട്ട് ഒരുപാട് കാശ് വേണ്ടി വന്നു. അതിന് പരിശ്രമിച്ചത് നമ്മുടെ യുവ സഹോദരങ്ങളാണ്. അവരൊരു നറുക്കെടുപ്പ് നടത്തുകയുണ്ടായി. അതിൽ നല്ലൊരു വിജയം കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു. അവർ പരിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 1.5 ലക്ഷം രൂപയുടെ ഈ ഉപകരണം ഇവിടെ വാങ്ങിച്ച് വയ്ക്കാനായിട്ട് ദൈവം സഹായിച്ചത്. കാര്യം ഇല്ലായെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരു പൂ അങ്ങോട്ട് ഒരു പൂ ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്ന് വലിയ പൂവൊക്കെ ചെറിയ മൂളല് മാത്രമേ ഉള്ളൂ. അതിന് സഹായിച്ച എൻ്റെ പ്രിയ സഹോദരങ്ങൾ, യുവ സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോ സഭയുടെ പേരിലും മണവാരി ചർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ സഭയിലെ അച്ഛൻ, കമ്മിറ്റിക്കാർ, യൂത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു സഭ എന്ന് പറയുന്നത്. കാര്യം യുവജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ മാത്രമേ നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റൂ, നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുവാനും അവരെ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുവാനും പറ്റുള്ളൂ. അച്ഛനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിർദ്ദേശങ്ങൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ വേണ്ട, അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ നന്നായിരിക്കോ എന്നെല്ലാം നമുക്ക് പറഞ്ഞ അച്ഛനാണ്. ഇവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോ സഭയുടെ പേരിലും ഞാൻ ഈ സമയം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ഈ സഭയിലെ അമ്മമാർക്ക് സഹോദരിമാർക്കുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ഈ പ്രവർത്തനം കാഴ്ചവെക്കാൻ ദൈവം സഹായിച്ചത്. നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോ സഭയുടെ പേരിലും കമ്മിറ്റി അംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ കൺവെൻഷൻ ദിനങ്ങളിൽ 3 ദിവസങ്ങളിലായി പ്രാസംഗികരായി വന്ന ഷാജി അച്ഛൻ, ഷാജി സ്റ്റീവൻ അച്ഛൻ, സത്യരാജ് അച്ഛൻ, ഇവർ 3 പേരും നമുക്ക് 3 ദിവസമായി കൺവെൻഷനെ പ്രസംഗിക്കുവാനായിട്ട് വന്ന് അവർ വന്ന് പ്രസംഗിച്ചതിൽ ആർക്കും ഒന്നും ഉപകാരപ്രദമല്ലാത്തതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. കാര്യം നമ്മുടെ ഓരോരുത്തരുടെ കുറവും കുറ്റവും എല്ലാം അവർ പറഞ്ഞു തന്നു. അത് സ്വീകരിച്ച് അത് എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് കൊയറായിരുന്നാലും നമ്മൾ ആരായിരുന്നാലും. പ്രിയ അച്ഛന്മാർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലും മണവാരി ഈശോ സഭയുടെ പേരിലും കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഈ സമയം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്ര നേരം പ്രതിനിധ പറഞ്ഞ ചർച്ച് സെക്രട്ടറിക്കും ആലയത്തിന്റെ പേരിലും ചർച്ച് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേക പ്രയത്നം ഇതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമിട്ട പ്രിയ അമ്മമാർക്കും പ്രാർത്ഥനയോടെ ഓർക്കുകയും ഒരിക്കൽ കൂടെ ശബ്ദവും വെളിച്ചവും നമുക്ക് നൽകിയ കൃപാ സൗജന്യം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ